റോജ, മധ്യപ്രദേശിലെ ജബൽപൂരിൽ അതേപോലെ തന്നെ ഒഡീസയിലും വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണം നടന്നിട്ട് ദിവസങ്ങളായി. അവിടെ ഒരു നീതിയും ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിലാകട്ടെ ഈ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ നിർബാധം നടക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിന് നമ്മൾ കണ്ടത് കേക്ക് മാറ്റി നടക്കുന്നതാണ്. ഇനിയിപ്പോൾ പെസഹ വേഴ ഈസ്റ്റർ ഒക്കെ വരുന്നുണ്ട്, അതിന് പുതിയ നാടകങ്ങളൊക്കെ വരാം. ഇതിങ്ങനെ തുടരുമെന്നാണോ കാണുന്നത്? അല്ല, അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അവരോട് കാണിക്കുന്ന സമീപനങ്ങളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ച രണ്ട് സംഭവങ്ങൾ. മാർച്ച് 22 ആയിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഈ നടന്ന സംഭവം. അവിടെ ആക്രമണത്തിന് അതിക്രൂരമായ ആക്രമണത്തിലാണ് രണ്ട് മലയാളി വൈദികരെ, ഒന്ന് ഫാദർ ഡേവിസും ഫാദർ ജോർജും, അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ. പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് അതിക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്തു. ഒന്ന് ആലോചിക്കുക, ഈ ക്രൈസ്തവ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അവർ തൊട്ടടുത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ബസ് പിടിച്ച് പോകുന്ന വഴിക്കാണ് വണ്ടി തടഞ്ഞു നിർത്തി ഈ സ്ത്രീകളെയും കുട്ടികളെയും അടങ്ങുന്ന ഒരു സംഘത്തെ ഹിന്ദുത്വ ശക്തികൾ, ബജറംഗദളിൻ്റെയും VHPയുടെയും ഒക്കെ പ്രവർത്തകരായിരുന്നു ആ ആക്രമണത്തിന് നേരിട്ടുകൂടെ. സ്ത്രീകൾ അടക്കമുള്ളവർ വന്നിട്ടാണ് വിശ്വാസികളെ അതിക്രൂരമായി മർദ്ദിച്ച് ഇവരെ രക്ഷിക്കാനെന്ന വ്യാജേന പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും അവരെ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത് വരെ മലയാളി രണ്ട് വൈദികരെയും മാറി മാറി തല്ലുന്ന വിഷ്വൽസാണ് നമ്മളെല്ലാവരും കണ്ടത്. അത് ഈ മാസം ഏപ്രിൽ 1 നടന്ന സംഭവമാണ്. ആ സംഭവം രാജ്യത്ത് പാർലമെന്റ് നടക്കുന്ന സമയത്തായിരുന്നുകൊണ്ട് അത് ബഹളമൊക്കെ ഉണ്ടായി. പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ 4ാമത്തെ ദിവസം FIR എടുത്തു. 4ാമത്തെ ദിവസം FIR എടുത്തെങ്കിലും കണ്ടാൽ തിരിച്ചറിയാത്തവരെ എന്ന് പറഞ്ഞ പേരിലാണ് ഈ FIR എടുത്തത്. പക്ഷേ ഇന്ന് 15-ാം തീയതിയാണ്. ഇതുവരെ ഞാൻ ഈ അല്പം മുമ്പ് വരെ അതിൽ ആക്രമണത്തിന് വിധേയരായ ഒരു വൈദികനെ വിളിച്ച് ചോദിച്ചു. ഇതുവരെ പോലും ആരെയും അറസ്റ്റ് ചെയ്യുകയോ കുറ്റക്കാരാരാണെന്ന് തിരിച്ചറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരെ അടികൊള്ളാൻ അർഹരാണ് എന്നുള്ള നിഗമനമായിരിക്കാം അവിടെ ഭരിക്കുന്ന പാർട്ടി BJPയുടെ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെയൊക്കെ നിലപാടെന്ന് തോന്നുന്നു. ഇതുവരെ പോലും അതിക്രൂരമായ ആക്രമണത്തിന് വിധേയരായ ഈ രണ്ട് വൈദികർക്ക്, അവരെ ആക്രമിച്ചവർക്കെതിരെ ഒരു കേസ് പോലുമില്ല. പോലീസിന് അക്രമികളെ കണ്ടുപിടിക്കാനില്ല. അവരുടെ കണ്ണും വെട്ടത്താണ് ഈ ആക്രമണങ്ങൾ നടന്നത്. എന്നിട്ടൊന്നും നടന്നിട്ടില്ല. ഈ BJPയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങുന്നതും വൈദികരെ കെട്ടിപ്പിടിക്കുകയും ബിഷപ്പുമാരെ കെട്ടിപ്പിടിക്കുകയും കൈമുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇരട്ടത്താപ്പാണ്. ഇവരാരും തന്നെ ഈ കേരളത്തിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരോ കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരോ ഇവരാരും തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന, വൈദികർക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കുകയോ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നോ ഒരാവശ്യം പോലും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവിടുത്തെ പാർട്ടിയോ കേന്ദ്ര പാർട്ടിയോ ആരും. ആഭ്യന്തരമന്ത്രിക്ക് തന്നെ പലയിടത്തു നിന്നും, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പലരും പല സമുദായ സംഘടനകളിൽ നിന്നൊക്കെ പരാതി കൊടുത്തു. ഒരു നടപടിയില്ല. ഇത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കിടയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള 2 MPമാർ ഈ വിഷയം റേസ് ചെയ്തു. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലും ഒരു വ്യക്തമായ മറുപടി പറയാൻ നമ്മുടെ അവിടെ കേന്ദ്രമന്ത്രിമാരെ തയ്യാറായിട്ടില്ല. അതായത് നിങ്ങൾ ന്യൂനപക്ഷ വേട്ട തുടങ്ങിക്കോളും, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം അതായിരിക്കുമല്ലോ ആ മെസ്സേജിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ. അതിനാണ് ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികളെ ഞങ്ങൾ സംരക്ഷിക്കും, ക്രിസ്ത്യാനികൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വിസ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്നത്. ഈ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജോർജ് കുര്യനോ സുരേഷ് ഗോപിയോ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അതാണ് അവിടെ ഒരു കേസ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മാർച്ച് 22 ഒഡീസയിലെ ഗജപതി ജില്ലയിൽ അവിടെ ഒരു മലയാളി വൈദികൻ, കൂത്താട്ടുകുളം സ്വദേശിയായ ജോഷി ജോർജ് എന്ന് പറയുന്ന അച്ഛൻ്റെ ഇടവകയിൽ ഇതേപോലെ തന്നെ ഒരു സംഘം പോലീസുകാർ വന്നിട്ട് ആ പള്ളിയിൽ, ഒരു ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരെയും കുട്ടികളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. കാരണം പള്ളിയുടെ പരിസരം വൃത്തിയാക്കുകയും പള്ളിക്കുള്ളിൽ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അകാരണമായി പോലീസ് വന്ന് മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് 300 മീറ്റർ വരെയാണ് ഈ സ്ത്രീകളെ ഉൾപ്പെടെ, ആ കൂട്ടത്തിൽ കുട്ടികളുമുണ്ട്, 10-12 വയസ്സായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് റോഡിലൂടെ വഴിച്ചലച്ചുകൊണ്ട് പോയി മർദ്ദിക്കിയത്. അതിനോടൊപ്പം തന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയ ഞാൻ ഈ പേര് പറഞ്ഞ ജോഷി ജോർജ് എന്ന് പറഞ്ഞ വൈദികനെയും അദ്ദേഹത്തിൻ്റെ സഹവികാരി ദയാനന്ദ നായിക് എന്ന് പറയുന്ന ഒറീസ സ്വദേശിയായ വൈദികനെയും കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു. ഈ ദയാനന്ദ നായിക് എന്ന് പറയുന്ന വൈദികൻ്റെ തോളൽ അടിച്ചൊടുക്കുകയും തലയുടെ പിൻഭാഗം
ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് അയാളെ ഇപ്പോഴും അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ഒരു വനിതാ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണങ്ങൾ മുഴുവൻ അവിടെ അടിച്ചുവിട്ട്. കഞ്ചാവ് ലോബിയെ തിരക്കി വന്നു എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ റെയ്ഡിൻ്റെ ഭാഗമായി വന്നു എന്ന് പറഞ്ഞാണ് ഈ പള്ളിക്കുള്ളിൽ കയറി ഈ അതിക്രമങ്ങൾ മുഴുവൻ കാണിച്ചത്. പള്ളിക്കുള്ളിലെ സാധന സാമഗ്രികളെല്ലാം തന്നെ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു നടപടിയില്ല. എസ് പിക്ക് പരാതി കൊടുത്തു, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു, ഒരു നടപടിയുമില്ല. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഇവർ ആ ദിവസം സംഭവം നടന്ന സമയത്ത് തന്നെ ആ ജില്ലയിലുള്ള സാമൂഹിക സംഘടനയിൽപ്പെട്ടവരും 2-3 അഭിഭാഷകരും ഒക്കെ ചേർന്ന ഒരു വസ്തുതാന്വേഷണ സംഘം, 8 അംഗ വസ്തുതാന്വേഷണ സംഘം ഈ അക്രമത്തിന് വിധേയരായ ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെയൊക്കെ മൊഴിയെടുത്ത് അവർ ഇന്നലെ വൈകുന്നേരത്ത് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പറയുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ അതിമാരകമായ തരത്തിലാണ് പോലീസ് ഇവരെയൊക്കെ അടിച്ച് തകർത്തു എന്ന് പറയുന്നത്. അത് ഈ രാത്രി വെളുപ്പിന് വന്നിട്ടാണ് വൈദികരെയും ഈ നാട്ടുകാരെയൊക്കെ തല്ലി അടിച്ചോടിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മേൽ ഭയങ്കരമായ രീതിയിൽ സ്ത്രീകളെ നേരെ അതിക്രമം അഴിച്ചുവിട്ടു. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനകത്ത് ഒരു പറയുന്നുണ്ട്, ഈ വൈദികരെ ഈ മലയാളി വൈദികനെയും ഒറീസ വൈദികനെയും ഈ പോലീസുകാർ പറയുന്നത്, നിങ്ങൾ പാകിസ്ഥാനികളാണ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണം എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യൻ പൗരന്മാരായ 2 പേരോട് പറയുന്നത് നിങ്ങൾ പാകിസ്ഥാനികളാണ്, ക്രിസ്ത്യാനികൾ പാകിസ്ഥാനികളാണെന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണ് മെസ്സേജ്? ഒരു ഭരണവർഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് സേന തന്നെ പറയുകയാണ്, നിങ്ങൾ പാകിസ്ഥാനികളാണ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനികളാണ്, അവർ വിട്ടുപോകണമെന്നാണ് ഈ വൈദികരോട് പറഞ്ഞതായിട്ട് ഈ വസ്തുതാന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു, വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അവരെയൊക്കെ തന്നെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനം കൊണ്ട് പലർക്കും അവരെല്ലാം ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവർക്ക് പലർക്കും ഈ വസ്തുതാന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ വന്ന് പല മൊഴികൾ കൊടുക്കാൻ പോലും ഭയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇവർ ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, ഈ വൈദികനെ കാണാനായിട്ട് ഈ ദയാനന്ദ നായിക് എന്ന് പറയുന്ന ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന വൈദികനെ കാണാൻ ആശുപത്രിയിൽ പോയിട്ട് അയാൾക്കിപ്പോഴും നോർമൽസിയിലേക്ക് വന്നിട്ടില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, വല്ലാതെ പേടിക്കുകയും ഞെട്ടി ഉണരുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലാണ് ആ വൈദികൻ്റെ അവസ്ഥ. ചെറുപ്പക്കാരനാണ്, 35 വയസ്സോളം മാത്രമേ ഉള്ള ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുണ്ടായിട്ട് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കുന്ന ഒരവസ്ഥയില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് വന്നത്. ഈ കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസങ്ങൾ കൊണ്ട് വടക്കേ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 196 അതിക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു നടപടിയുമില്ല, ഒരു പ്രതികളെ പിടിക്കുന്നുമില്ല. ഒരു വാദികളായി പോകുന്നവർക്കെതിരെ തന്നെ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ. എന്നിട്ടാണ് കേരളത്തിൽ വന്ന് ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഇപ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കും. ശരിയാക്കും എന്ന് പറയുമ്പോഴേ പ്രധാന കാരണമാണ് ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ വിഷയം. അത് ഈ വഖഫ് നിയമം പാസ്സാവുന്നതോടെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാണ് ഇവിടെ പ്രചരണം നടത്തിയത്. എന്നിട്ട് ആ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഇനി നിയമ പോരാട്ടം നടത്തണം, നിങ്ങൾ നിയമ പോരാട്ടത്തിലൂടെ ഇത് നടത്തുള്ളൂ. പിന്നെ എന്തിനാണ് വഖഫ് നിയമം? ഇന്ന് അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഇന്ന് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ മാധ്യമലേഖകർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ നിയമം പാസ്സാക്കിയതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉറപ്പാകുന്നുണ്ട്? മന്ത്രി അതിനൊരു ഡയറക്റ്റ് മറുപടി പറയാനേ ഇല്ല. മന്ത്രി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നിയമം പോരാട്ടം തുടരുക, പുതിയ നിയമം വന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നേ പറയുന്നുള്ളൂ. നേരത്തെ എന്തുമായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? നിയമം പാസ്സാക്കിയാൽ പിറ്റേന്ന് എല്ലാ നടപടിക്രമവും പൂർത്തിയായി അവിടെ ഉള്ളവർക്ക് ഭൂമി കിട്ടുമെന്നായിരുന്നു അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെയാണ് 50 പേര് ചാടി BJPയിൽ ചേരുകയും ഒക്കെ ചെയ്ത്. ഇന്നിപ്പം നന്ദി മോദി എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയാണ്. അതൊക്കെ മുറ പോലെ നടക്കട്ടെ. പക്ഷേ യാഥാർത്ഥ്യം എവിടെയാണ്? നിങ്ങൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. അപ്പോൾ ആ നിയമം അന്ന് പാസ്സാക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ചോദിച്ചതാണ്, മുനമ്പത്തുകാർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരക്ഷരം മിണ്ടുന്നില്ല. ആ ചോദ്യങ്ങൾ പലതവണ
എറണാകുളം MP ആയ ഹൈബി ഈഡൻ ചോദിച്ചതാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ ഇപ്പം മുനമ്പത്തുകാർക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 2 പേരും മിണ്ടുന്നില്ല. ഈ പ്രസക്തമായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മറുപടിയുമില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ വന്ന് പറയുന്നു ഈ നിങ്ങളുടെ നിയമ പോരാട്ടം തുടരുക എന്ന് പറഞ്ഞു. അത് അല്ലെങ്കിൽ തന്നെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം നടക്കുന്നുമുണ്ട്. പിന്നെ ഇതിനിപ്പോൾ ഇതിനകത്ത് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരാണെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ, അപ്പോൾ സർക്കാരാണ് ഈ കാര്യത്തിന് ഇനി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടും. അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ അറിയേണ്ട ഒരു കാര്യം കൂടെ ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റിലൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു. ഛത്തീസ്ഗഡിലെ ഹോളി ക്രോസ് നേഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ ബിൻസി ജോസഫിനെതിരായിട്ട് മത പരിവർത്തന നിരോധന നിയമപ്രകാരം എടുത്തിരിക്കുന്ന കേസ്. ആ കേസിൽ കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ അന്ന് അവിടെ ക്രൈസ്തവ വിശ്വാസികൾ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്കെതിരെ എടുക്കുന്ന കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക സഭ ഹൈക്കോടതിയിലേക്കും ഉയർന്ന കോടതികളിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പം ഒരു തരത്തിലും അവരുടെ ന്യായമായ പൗരാവകാശങ്ങളോ ഭരണഘടന നൽകുന്ന ഉറപ്പ് നൽകുന്ന മൗലികാവകാശ സംരക്ഷണമോ പോലും നടക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നുമില്ലാത്ത വിധത്തിലുള്ള അതിക്രമങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നേരിടുന്നത്. ഇതിലൊന്നും തന്നെ ഒരു എഫക്റ്റീവായിട്ട് ഭരണകൂടത്തിൻ്റെ എഫക്റ്റീവായ ഇടപെടൽ ഉണ്ടാവുന്നില്ല. എല്ലാ കാലത്തും ഒരു പക്ഷെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇടപെടുകയും മതത്തിൻ്റെ പേരും ജാതിയുടെ പേരും പറഞ്ഞൊക്കെ ഇടപെടാറുണ്ടെങ്കിലും അത്തരം ഇടപെടലുകൾക്കെതിരായിട്ട് എപ്പോഴും ഭരണകൂടമാണ് ഇടപെട്ട് അത്തരക്കാരെ അമർച്ച ചെയ്യുകയും അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, അത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനം നടക്കുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നിസ്സംഗരായി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിന് എതിരായിട്ടുള്ളൊരു നടപടികൾ ഉണ്ടാവുന്നില്ല. അത് കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല എന്നുള്ള സംഭവങ്ങളാണ്, ദയനീയമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ 4374 അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ 100 ഇരട്ടിയാണ് മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഈ 2 ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ സർക്കാർ ഒരു തരത്തിലുള്ള കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ.